ഇതെന്താ രഘുവേട്ടന്റെ കാറ്? രഘു വല്ലാത്തൊരവസ്ഥയിലാ. ഇന്ന് കുറെ അലഞ്ഞിട്ടാണ് രഘുവിനെ കണ്ടെത്തിയത്. അവസാനം രഘുവിനെ പഞ്ചരത്നത്തിൽ കൊണ്ടാക്കി. തിരിച്ചു വരാൻ നേരം അച്ഛനും അമ്മയൊക്കെ വണ്ടി കൊണ്ടുപോയിക്കളാൻ പറഞ്ഞു. പിന്നെ യാത്രയ്ക്ക് ഇത് തന്നെ ഉപയോഗിക്കാന്ന് പറഞ്ഞു. രഘുവേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ബോധമില്ലാത്ത അവസ്ഥ. എല്ലാം അവസാനിപ്പിച്ച പോലത്തെ കുടിയാ കുടിക്കുന്നത്. ഈശ്വര, എന്തൊരു കഷ്ടായത്. ഓഹോ, ഭാര്യ വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞ് നീ ഇങ്ങ് എത്തിയോ? അല്ല, എന്താ ഇത്ര നേരത്തെ ഇങ്ങ് പോന്നത്? നാളെ പോകാൻ തീരുമാനിച്ച ടൂറും കൂടി കഴിഞ്ഞിട്ട് ഇങ്ങ് വന്നാ മതിയായിരുന്നല്ലോ. അമ്മയ്ക്ക് എന്താ അമ്മേ? പിന്നെ പറയാനുള്ളത് പറയണ്ടേ? ഇവിടെ എല്ലാവരും ഒരു കാര്യത്തിന് പറഞ്ഞ് റെഡിയാക്കി നിർത്തിയിട്ട് ഇവൻ ഇങ്ങനെ ഒരു പോക്ക് പോയാ അതിന്റെ അർത്ഥം എന്താടാ? അവന് സ്വന്തം വീട്ടിലേക്കാളും വലിയ കാര്യവും ഉത്തരവാദിത്വം ഒക്കെ ഭാര്യ വീട്ടുകാരുടെ ആണോന്നൊന്നും അറിയണമല്ലോ. ടൂറിന് പോകേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇവൻ എന്തായിരുന്നു അവിടെ ഇത്ര അത്യാവശ്യം? നാളെ ടൂർ പോകാനുള്ള വണ്ടി കൊണ്ടാ ഞാൻ വന്നേക്കുന്നേ. ഇത് രഘുവിന്റെ വണ്ടിയല്ലേ? അതെ. ഓ, ഇതിലാണോ നാളെ ടൂറിന് പോകുന്നത്? അതെ. ഈ വണ്ടിക്ക് എന്താ കുഴപ്പം? ഓ, അവന്റെ ഒക്കെ ഔദാര്യത്തിലാ നമ്മൾ ടൂർ പോയതെന്ന് നാളെ അവൻ പറഞ്ഞു നടക്കില്ലേ? അതിനപ്പുറം ഒരു നാണക്കേടുണ്ടോ? രഘുവേട്ടൻ അങ്ങനൊന്നും പറയില്ല. അതെ. എനിക്ക് അങ്ങനെ ഒരു ഉറപ്പുമില്ല. എന്തിനാ അവന്റെ ഒക്കെ വണ്ടി എടുക്കുന്നത്? എടാ, ഒരു വണ്ടി വിളിക്കാനുള്ള കാശൊന്നും നിന്റെ ഇല്ലേ ഇന്ദ്ര? അതിന്റെയൊക്കെ ആവശ്യം എന്താ? ദാ ഈ വണ്ടി പോവാലോ. ആ, എന്റെ അഭിപ്രായത്തിൽ ഈ വണ്ടി തന്നെ മതി. അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വാശി പിടിക്കുന്ന എന്തിനാ? എനിക്കതാ മനസ്സിലാവാത്തത്. എല്ലാവർക്കും ഇതന്നെ മതിയെങ്കിലും ആയിക്കോട്ടെ. അവസാനം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ ഞാൻ പറഞ്ഞത് നിനക്കൊക്കെ ബോധ്യപ്പെടും. അപ്പ അറിഞ്ഞോളും. രഘുവേട്ടനെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. വന്ന് ആഹാരം കഴിക്ക്. എന്നിട്ട് നന്നായി ഉറങ്ങ്. രാവിലെ എണീക്കുമ്പോ ക്ഷീണമൊക്കെ അങ്ങ് മാറും. കഴിക്ക് രഘുവേട്ട. എന്താ, എന്നോടെപ്പോഴും ദേഷ്യാണോ? അതൊന്നുമില്ല. എങ്കിൽ കഴിക്ക്. വാ വാ, ഇവിടെ ഇരിക്കേ രഘുവേട്ടാ. കഴിക്ക്, പിടിക്കേ. രഘുവേട്ടന് കൈ വിറയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ വാരിത്തരാം. വാ, അവിടെ വന്നിരിക്കും. ഒന്നും കഴിക്കാഞ്ഞിട്ട് ഇങ്ങനെ കൈ വിറയ്ക്കുന്നേ? ഇതല്ല അമ്പിളി, എനിക്ക് എനിക്ക് കുടിക്കാതെ പറ്റില്ല അമ്പിളി.
അല്ല ആ ലോഡ്ജിലെ റൂമില് എൻ്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നല്ലോ. അത് വണ്ടിയിലാണോ? അതോ നീയൊക്കെ അതെടുത്ത് കളഞ്ഞ? ഇടി അതെനിക്ക് ഇപ്പൊ കിട്ടണം. ശ്ശെ, എന്റെ തല പൊളിയുന്ന വേദന എനിക്ക്. ശ്ശെ. എനിക്കത് വേണം. എനിക്കതിലത് പറ്റുന്നില്ല. എന്താ കേട്ടോ ഇത്? അമ്പിളി, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുക. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എനിക്ക് ഇപ്പൊ എവിടെന്നെങ്കിലും ഒന്ന് കുടിച്ചേ പറ്റൂ അമ്പിളി. ഞാൻ പുറത്തു പോയിട്ട് വേഗം വരാം പ്ലീസ്. വേണ്ട, ഒരു മിനിറ്റ് ഇവിടെ നിൽക്കേ. ഇവിടെ വന്നിരിക്കേ. അല്ല അമ്പിളി, ഞാൻ പോയിട്ട് ഇവിടെ ഇരിക്കേ. ഞാനാ പറയുന്നേ രഘുവേട്ട, അമ്പിളിയല്ലേ പറയുന്നേ. ഇവിടെ ഇരിക്കേ, ഇവിടെ ഇരിക്കേ. ഞാൻ തരാം.